രേവ ബുക്കൊക്കെ ചട്ടിനല്ല തകൃതിയായിട്ട് എന്താണ് പരിപാടി? സ്കൂള് തുറക്കാറായി. അപ്പൊ എന്നാ തുറക്കണേ? അതെ, ആമിക്കുട്ടിയുടെ സ്കൂള് കഴിഞ്ഞ വീക്കിൽ തുറക്കേണ്ടതായിരുന്നു. അതെ, പക്ഷെ ഇവിടെ കുറച്ച് എന്താ പറയാ, ഒന്നര ദിവസം മഴ പെയ്തു. അതിനുശേഷം അത്യാവശ്യം നല്ല വെള്ളമായി ഇവിടെ. അപ്പൊ അന്ന് മുതല് ആമിക്കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഇവിടെ ലാപ്ടോപ്പ് തുറന്നു വെച്ചിരിക്കായിരുന്നു. അപ്പൊ അന്ന് ആമിക്കുട്ടി ബുക്കുകളൊക്കെ നമുക്ക് ബാഗിലാക്കണം. നാളെ സ്കൂളിൽ പോകണം. ആമിക്കുട്ടിയുടെ സ്കൂൾ ടൈമിങ് മാറിയിട്ടാ. കാലത്ത് ഇനി 6 മണിക്കൊന്നും പോയി നിക്കണ്ട, എനിക്കണ്ട. ഒരു 10:30 തൊട്ട് വൈകുന്നേരം വരെ ഈവനിങ് സുഖമായിട്ട് കിടന്നുറങ്ങാന്ന്. ആമിക്കുട്ടി ബുക്ക് ബാഗിലാക്കിയാ? ഞാനൊക്കെ സ്കൂളിൽ ആദ്യം പഠിക്കുമ്പോഴേ നമ്മളെന്താ സാധാ ന്യൂസ് പേപ്പറില്ലേ, ആദ്യം പണ്ട് ന്യൂസ് പേപ്പർ മതി. പിന്നെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ബ്രൗൺ കളർ പേപ്പർ അങ്ങനെയൊക്കെ. ഇവിടെ തന്നെ ഇത് തരൂല്ലേ, സ്കൂളിൽ നിന്ന് തരും. ആമി ബാഗ് ഒന്ന് കാണിച്ചു തരും എന്തൊക്കെയുള്ളതെന്ന്. ആക്ടിവിറ്റികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടേ. അതെ, ഇതൊക്കെ നാളെ കൊണ്ടുപോകേണ്ടതാണ്. ഹിന്ദി തുടങ്ങിയ നമുക്ക് ഇപ്രാവശ്യം ഹിന്ദി ഉണ്ട്, അറബി ഉണ്ട് ഇപ്രാവശ്യം. ആമി ഞാൻ അറബിയിലൊക്കെ അച്ഛനോട് സംസാരിക്കാം. മലയാളം ഇല്ലേ അപ്പൊ രേവ? മലയാളം സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഇവിടെ ഉള്ളൂട്ടാ. ഈ ഒരു സ്കൂളില് വേറെ ക്ലാസ്സിലൊക്കെ ഈ വർഷം തൊട്ടുണ്ട്. അതെ, കളർ പെൻസില്, വാട്ടർ ബോട്ടിൽ, വേറെ ബോക്സുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്ന് ഇതിന്റെ ഉള്ളില്. കിച്ചണിൽ കൊണ്ടുവച്ചിരിക്കാമേ, നാളെ ചോറൊക്കെ കൊണ്ടുപോകണ്ടേ. വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇന്നും നാളെയും വീഡിയോ ഉണ്ട്. അങ്ങനല്ല, നാളെ കാലത്ത് ആമി പോണ കാര്യങ്ങളും ഫസ്റ്റ് ഡേ ഇൻ സ്കൂൾ. അതെ, ആ സംഭവം ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഡേ സ്കൂൾ. ആമിക്കുട്ടി വരുന്നതൊക്കെ ഉണ്ടാവും, എന്നിട്ട് പോയി വരുന്നതൊക്കെ ഉണ്ടാവോ? 5:45 തോന്നുന്നു. അതെ അല്ലെ, മറ്റേ തന്നെ പോയി അപ്പൊ തന്നെ വന്ന പോലെ ഒരു കാലത്ത് പോയി 11 മണിക്ക് വരും. ഇതിപ്പോ കാലത്ത് പോയി കഴിഞ്ഞാ നാട്ടിലൊക്കെ പോലെ ചായയൊക്കെ കുടിച്ച് നമ്മൾ ഇരിക്കുമ്പോ ആമിക്കുട്ടി വരും. അപ്പൊ നാളെ തൊട്ട് ഞാനും അമ്മയും നേരത്തെ വീഡിയോസ് ഒക്കെ എടുക്കും. അപ്പൊ ചട്ടി ഇട്ടോ? ഇതൊക്കെ ചട്ടിട്ട് കഴിഞ്ഞൂല. ഇനി ഇതൊക്കെ ടൈം ടേബിൾ നോക്കി എടുത്തേക്കണം. ഇന്നത്ര പരിപാടി, യൂണിഫോം ഒക്കെ എടുത്തേക്കണ്ടേ? യൂണിഫോം ഒക്കെ ഇട്ട് നാളെ ആമിക്കുട്ടീനെ കാണാം അല്ലേ ആമി? ടിഫിൻ ബോക്സ്, ചോറ് മാത്രം. ഇത്ര നാൾ ടിഫിൻ ബോക്സ് മാത്രം കൊണ്ടുപോയിട്ടുള്ളൂ. ഇനിയിപ്പോ ലഞ്ച് കൂടി കൊണ്ടുപോകണം. 3 മണിക്ക് ഒരു സ്നാക്സ് കൊണ്ടുപോകണം. കുറച്ച് കാര്യങ്ങൾ അധികം വേണം. ബുക്കും അധികം ഉണ്ട്, സമയം അധികം ഉണ്ട്, എല്ലാം കൊണ്ട് കുട്ടി അല്ലേ വലിയ കുട്ടിയെ പറയപ്പോ ഗ്രേഡ് 1 പോയിട്ടില്ല. ഞാൻ KG ക്ലാസ്സിലൊന്നല്ലല്ലോ പഠിക്കുന്നത്, ഞാൻ ഗ്രേഡ് 1-ല്ലേ അല്ലേ. അപ്പൊ നാളെ രാവിലെ കാണാം. അതെ. ആമി അങ്ങനെ നേരെ വെളുത്തു. ആമി നേരത്തെ എണീറ്റൊന്നു അല്ലേ. ഇന്ന് വിളിക്കൊന്നും വേണ്ടി വന്നില്ല. ഞാൻ വിളിക്കുമ്പോ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാ. നേരെ എണീറ്റു, പല്ല് വെച്ച് കുളിച്ചു. തല കുളിച്ചിട്ടില്ല കേട്ടോ ആമിയ. തല അതായത് മുടി 2 ഭാഗത്തും മെടഞ്ഞിട്ട് പോണം അല്ലേ. ഒന്നും കുളിച്ചിട്ടില്ല. അപ്പോൾ സോക്സ് ഒക്കെ ഇട്ടിരിക്കുക. സോക്സ് ഒന്നും ഇപ്പം ഇടണ്ട, സമയമുണ്ട് നമുക്ക്. ഞാൻ എന്താ ആലോചിക്കുന്നേ? ഇങ്ങോട്ട് നോക്കണേ. അപ്പം ഇനി നമുക്ക് ചായയൊക്കെ കുടിച്ച് സമയമുണ്ട് കേട്ടോ. മറ്റേന്നാ നമ്മൾ എണീറ്റ് 5:30 എണീറ്റ് 6 മണിക്ക് പോകണം നമ്മൾ. ആമി ഇങ്ങോട്ട് നോക്കിയേ. 5 മണിക്ക് എണീറ്റ് 6 മണിക്ക് പോകണം. ഇതിപ്പോൾ അങ്ങനെയല്ല, 7 മണിക്ക് ആയിട്ടുള്ളൂ ആമി. 8:30 വരെയൊക്കെ ഉറങ്ങാം. എന്നതുപോലെ നേരത്തെ എണീക്കണം കേട്ടാ, അമ്മ വിളിക്കാണ്ട് തന്നെ. എണീക്കോ? 2 ദിവസം ഉണ്ടാവുള്ളൂ അന്വേഷണം അല്ലേ. അപ്പം നമുക്ക് ചടിയാം. അമ്മ ഇഡ്ഡലി ഉണ്ടാക്കിയില്ലേ? അയ്യോ, അമ്മാമീനെ വീഡിയോ കോൾ വിളിച്ച് ഇഡ്ഡലി കഴിക്കുന്ന ആമി. ആദ്യത്തെ ഒരു ദിവസമൊക്കെ ആമി വിളിക്കുള്ളൂട്ടാ. അപ്പൊ അങ്ങനെ ഇഡ്ഡലിയൊക്കെ കഴിച്ച് നമുക്ക് മുടി കെട്ടാം. ആമി തല കുളിച്ചിട്ടില്ല കേട്ടാ. രാവിലെ തല കുളിച്ച് 2 ഭാഗത്തും മുടി മെടഞ്ഞിടണമെന്ന് പണിക്കണല്ലേ. മുടി നീളമുള്ളവരൊക്കെ മെടഞ്ഞിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തല കുളിച്ചാൽ ഉണങ്ങില്ല. അപ്പം നമുക്ക് മെടഞ്ഞിടാം. ആമി കുറേ നേരം വെച്ചിരിക്കണം. അമ്മ സമയായ അല്ലേ. ഈ ഒരു സമയത്ത് പോയി പരിചയമില്ലാത്തതുകൊണ്ട് 1-2 ദിവസം കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് ആവും അല്ലേ. അല്ല നേരത്തെയാ. ഇനി ഇത് കഴിഞ്ഞ് അടുത്ത ആഴ്ചക്ക് നമ്മൾ നേരം വൈകിട്ട് ഓട്ടാവും അല്ലേ അമ്മി? ഓട്ടോ വാച്ചിലെടുക്കട്ടമ്മ.
ഇത് കഴിഞ്ഞിട്ട് ചോറ് കുറച്ച് കഴിക്കണം കേട്ടാ. ഇഡ്ഡലി ഇഡ്ഡലി ആകെ 2 കഴിച്ചിട്ടുള്ളൂ, 2 കഴിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞ് അല്ലാതെ കഴിഞ്ഞ് യാത്ര ചെയ്യുന്നിട്ട് കുറച്ച് ചോറും കൂടി കഴിച്ചാൽ 5 ഉരുള 5 ഉരുള ഇങ്ങോട്ട് നോക്ക്. അപ്പം അങ്ങനെ ഒരു ഭാഗത്ത് മുടി കിട്ടിക്കഴിഞ്ഞു. ഞാൻ അപ്പത്തെ ഭാഗത്ത് കേട്ടാ. ഡോറയുടെ പാട്ട് പാടണോ? വരൂ കൂട്ടുകാരെ. ആമി മങ്കി, ഞാൻ ഡോറ. വരൂ കൂട്ടുകാരെ നമ്മൾക്കിനി പോകാം. നമ്മളെങ്ങോട്ടാ പോണേ? കായപ്പടിക്കുമ്പോ മൂടി കേട്ടല്ലേ. നമ്മളെങ്ങോട്ടാ പോണേ? നമ്മളെങ്ങോട്ടാ പോണേ? ഞങ്ങൾ പുതിയ പാട്ടുണ്ടാക്കി. അല്ലാതെ നിമിഷ നേരം കൊണ്ടൊക്കെ ഞങ്ങൾ പാട്ടുണ്ടാക്കണം. ഞങ്ങളുടെ ഒക്കെ കഴിവില്ല. ഇങ്ങോട്ട് നോക്കോ? അവിടെ നോക്കിയാൽ മതിട്ടാ. അവളിവിടെ കണ്ണാടയിലേക്ക് നോക്കി നിക്കാം. അമ്മ ഫുഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ചോറ് ആക്കി വെച്ചിട്ടുണ്ട്, കറി ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉപ്പേരി അമ്മയ്ക്ക് വെച്ചിരിക്കണേ ചെറുപയറ് തോരൻ. ഓക്കെ, ചാറ് കൊടുത്തയക്കാൻ പറ്റില്ല. അപ്പോൾ ഉപ്പേരികളാണ് ഇനി അമ്മയ്ക്ക് കൊടുത്തയക്കുന്ന ഫുഡ്. ചോറൊക്കെ കൊണ്ട് ആദ്യമായിട്ടാണല്ലോ പോണത്. അല്ലെങ്കിൽ ഒരു സ്നാക്സ് മാത്രം, എന്തെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനെ കൈ പിടിച്ചാൽ മതി. ഈ പ്രാവശ്യം ചോറൊക്കെ ആയിട്ടാണ് അല്ലേ അമ്മ? ഒപ്പാണോടി? ഫ്രണ്ടിൽ തല ഭംഗിയുള്ളൂ. ഒന്ന് ഹെയർ ബാൻഡ് വയ്ക്കാം. ഇനി എന്നിട്ട് ചെയ്യാനല്ലേ? മുഖത്ത് മേക്കപ്പ് ചെയ്യണ്ടേ? നമുക്ക് ഒരു മിനിറ്റ്. അമ്മ ഫോൺ ക്രീം എടുക്കുമ്പോൾ ഫോൺ വീഴും. അപ്പം ഇപ്പൊ പോണ സമയം എന്ന് പറയുന്നത് അമ്മ നല്ല വെയിലുള്ള സമയത്താ അല്ലേ? മറ്റേത് നല്ല വെയിലാകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക് എത്തുമായിരുന്നു. ഇതിപ്പോൾ ഒരു 11 മണിക്കാണ് സാധാരണ എത്താറ്, KG 2 KG 1. ഇപ്പോൾ 10 ആകുമ്പോൾ പോവുള്ളൂ അല്ലേ? നല്ല സമയാട്ടാ അല്ല അമ്മ? ഇങ്ങോട്ട് നോക്കടേ. ഓപ്പൺ യുവർ ഐസ്, ക്ലിക്ക്. മതി. സോക്സ് തായോ അമ്മ? ഇത് കറക്റ്റ് തന്നെയാണ് ഇടുന്നത്. ആ കറക്റ്റ്. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി സോക്സ് ഇടുകയാണ്. അത്ര സമയമൊന്നും ഉറക്കെ പറഞ്ഞൂടെ? അത്ര സമയമൊന്നും ആയിട്ടില്ല, എന്നാലും സോക്സ് ഇടാ ലാമി. എന്നാലും നേരത്തെ ലാമി കുറേ ടൈം ഉണ്ട് നമുക്ക്. സോക്സ് ഷൂ ബ്ലാക്ക് ഷൂ ആണ് കേട്ടാ. പിന്നെ യൂണിഫോം ഇടുമ്പോൾ വൈറ്റ് ഷൂ. ഓക്കെ, ആമി കാലൊക്കെ പൊന്തിക്കണോണ്ടാ ഞാനിങ്ങനെ കയറ്റി പിടിക്കുന്നു ക്യാമറ. ആ അത് കഴിഞ്ഞൊന്നും താഴ്ത്താണെങ്കിൽ ക്യാമറ താഴ്ത്തായിരുന്നു. വലിച്ചിട്ടു. എപ്പോഴും അങ്ങനെ ഇടണണ്ട ഉടുപ്പൊക്കെ. ആ ടൗസർ കയറി പോവാണ്. മുട്ട് വരെയുള്ള ടൗസറാണ് ഇട്ടിരിക്കുന്നത്. എന്തെങ്കിലും കയറി പോവാലാമി. സോക്സ് ഷൂ ഇട്ടോ. ഇപ്പം പുതിയ ഷൂ ആയതുകൊണ്ട് എന്തൊരു നല്ല ബ്ലാക്ക് കളറാലാമി. 2 ദിവസം കഴിയുമ്പോൾ കളർ കാണാം നമുക്ക്. ഇതിന് എങ്ങനെയാ? അങ്ങനെ ഉണ്ടല്ലേ. ഇത് ആ കാലുമല്ല, അപ്പുറത്തെ കാലുമ. എന്നിട്ട് എങ്ങനെയാ അതും പെടുന്നു? ഇട്ട് നോക്കിയിട്ട് തെറ്റാണോ ശരിയാണോ നോക്കിട്ട് പിന്നെ മാറ്റും അല്ലേ? അച്ഛൻ പറയും തെറ്റാണ്. അപ്പൊക്ക് അച്ഛൻ പറയും തെറ്റാണ്. എനിക്ക് മുടി കെട്ടിയത് അത്ര രസമായി തോന്നില്ല ടോമി. അത് നിനക്ക് അത്രയും ടൈറ്റിൽ കെട്ടണല്ലോ, അതുകൊണ്ടാണ്. ആമയ്ക്ക് നല്ല ടൈറ്റ് വേണം മുടി കെട്ടുമ്പോ. ഇത് കണ്ട വലിഞ്ഞിക്കണ്. പക്ഷെ ഇത്തിരി ലൂസാക്കി കെട്ടുമ്പോ കുട്ടിക്ക് എന്തോ ഒരു സംഭ്രമം എടുക്കണ പോലെ. പക്ഷെ അങ്ങനെ കെട്ടാൻ പാടില്ല ടാമി. ആമി ആ പാട്ടൊന്ന് ഓഫ് ചെയ്യോ? പാട്ടൊന്ന് ഓഫ് ചെയ്തിട്ട് ഓടിക്കോ. സ്കൂളിൽ പോവാൻ ഇനിയും സമയമുള്ളതിനാൽ ആമി റൈഡിങ്ങിന് ഇറങ്ങിയൊക്കെയാണ്. ആത്മിക സിജു ഇനി എത്ര ടൈം ഉണ്ടെന്നറിയോ? 1.5 മണിക്കൂറുണ്ട്. ഇത്ര നേരത്തെ എണീറ്റ് വന്നിട്ടില്ല ആമിക്കുട്ടിയെ. ആമി നേരത്തെ എണീറ്റ് അത് അങ്ങനെ തന്നെ പോയി പല്ലേച്ച് കുളിച്ച് യൂണിഫോം എടുത്തിട്ടു അല്ലേ?
ആ ഓടിച്ചോ. ബേഗൊക്കെ അവിടെ സെറ്റായിരിക്കുന്നുണ്ട്. മറക്കാതിരിക്കാൻ കുട്ടി എല്ലാം അവിടെ കൊണ്ടുവച്ചിരിക്കുക. ഇനി നമുക്ക് ചോറ് മാത്രം ആക്കാനുള്ള, ചോറ് ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കാം. ടി വി ഒന്ന് അടിച്ചു പൊളിച്ച് കളയരുത് കേട്ടാ. പ്രാക്ടീസ് കൂടണണ്ട. ഓക്കെ, നമുക്കൊരു 10 മണിയാകുമ്പോൾ ചോറിനാട്ടാ. 10 മണിയാകുമ്പോൾ ചോറിനാട്ടാ. ബൈ പറഞ്ഞോ. ആമി വീടെടുക്കുന്നുണ്ട്, ആമി വീടെടുക്കുന്നതാ പറയണപ്പോ. ക്യാമറയുടെ കൈ വെച്ചിട്ടുണ്ടാ? പറയാം. ചോറ് തിന്നാൻ പോവാണ്. ആരാണ് ചോറ് തിന്നാൻ പോണ്? മായി തുറക്കൂ. വാ അമ്മ പിടിക്കാം. ചോറ് തിന്നാൻ പോവാണ്. എവിടെ? അയ്യോ ലേറ്റ് അടിക്കണ്ട ഇവിടെ നിന്നാ. ഇനി നമുക്ക് ചോറുണ്ടായാൽ അയ്യോ എവിടെ ആമി? ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ ബസ് സ്റ്റോപ്പിൽ പോവാണ്ടാ. ആ സാമിനെ പഠിപ്പിച്ചാ? ഫ്ലൈങ് കിസ് കൊടുക്കാൻ പോണോ? അങ്ങി പോവാം.